വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാതെ അക്കൗണ്ട്സ് ആണ്. അതായത് നമുക്ക് ജേണലൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്. നിങ്ങൾ സിലബസ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ജേണലൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ് ടൈപ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കണം. സോ നമുക്ക് അക്കൗണ്ട്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. An account is a ledger record in a summarized form of all the transactions that have been taken place with a particular person or thing are specified. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ സമ്മറൈസ്ഡ് ഫോമിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് ടേക്ക് പ്ലേസ് വിത്ത് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. അതായത് ഒരു തിങ്ങായിട്ടോ ഒരു പേഴ്സണായിട്ടോ വരുന്ന അവരെ സംബന്ധിച്ച ട്രാൻസാക്ഷൻസ് അവരുടെ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ കാണിക്കും. അതാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ സമ്മറൈസ്ഡ് ഫോമിൽ കാണിക്കും. അതാണ് അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ അവരെ കുറിച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് പെർട്ടിക്കുലർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വന്ന കാര്യങ്ങൾ മാത്രമേ ആ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ പെർട്ടിക്കുലർ അക്കൗണ്ടിലുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അതായത് പ്ലാന്റ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ടിൽ എന്തൊക്കെ ചെയ്തു, വേജ് കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് അക്കൗണ്ടിനെ കുറിച്ച് ട്രാൻസാക്ഷൻ സമ്മറൈസ്ഡ് ഫോമിൽ കാണിക്കുന്നതിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ടിൽ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസ് ബോത്ത് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്സിൽ വരുന്നത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ തരാനുള്ള നമ്മളേക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളാണ്, എൻറ്റിറ്റിയിലോട്ട് ക്യാഷ് തരാനുള്ള ആളാണ്. അതായത് നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിൽ വിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡെക്റ്റർ ക്രിയേറ്റ് ചെയ്യും. ആ ഡെക്റ്റർ നമ്മളുടെ എൻറ്റിറ്റിയിലോട്ട് എന്ത് ചെയ്യണം, ആ നമ്മൾ സെൽ ചെയ്ത എമൗണ്ട് ഓഫ് എത്രയാണോ അത് തിരിച്ച് പേ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെക്റ്റർ ക്രിയേറ്റ് ആയി. ദെൻ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻറ്റിറ്റി മറ്റൊരു പാർട്ടിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ക്യാഷിനല്ല കടത്തിലാണ് വാങ്ങിയെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ മെയിനായിട്ട് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് വരുന്നത്. ഓക്കെ. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ടിൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും വരും. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റിയൽ അക്കൗണ്ട് ആൻഡ് ദ നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഓർ പ്രോപ്പർട്ടി അക്കൗണ്ട് ആർ ദോസ് ദാറ്റ് റിഫർ ടു അസറ്റ്. അസറ്റുകളെ കാണിക്കുന്നതാണ് റിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അക്കൗണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാഷ്, ഇങ്ങനത്തെ അസറ്റുകൾ കാണിക്കുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ദ നോമിനൽ അക്കൗണ്ട് ആർ ദോസ് ദാറ്റ് റിലേറ്റ് ടു ഗെയിൻസ് ആൻഡ് ലോസസ് സച്ച് ആസ് ഡിസ്കൗണ്ട്, വേജ്, റെൻറ്റ്, റേറ്റ് എക്സെട്ര. നോമിനൽ അക്കൗണ്ട് ഗെയിനോ ലോസസിനെ അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻഡിച്ചർ അതൊക്കെ കാണിക്കുന്നതാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഡിസ്കൗണ്ട്, വേജസ് എന്താണ്, വേജസ് നമ്മൾ പേ ചെയ്യുന്നു വിചാരിച്ചോ, അപ്പോൾ എന്താണ് അതൊരു എക്സ്പെൻഡിച്ചർ. റെൻറ്റ് റിസീവ്ഡ് ആണെങ്കിൽ അതൊരു ഇൻകം. അതുപോലെ റേറ്റ്സ്, ഗെയിൻസ് ആൻഡ് ലോസസ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കാനാണ് വി യൂസിങ് ദ നോമിനൽ അക്കൗണ്ട്. ദെൻ സം അക്കൗണ്ട് തോ ഇംപേഴ്സണൽ ഇൻ നെയിം ആർ റിയലി പേഴ്സണൽ സിഗ്നിഫിക്കേഷൻ. അത് നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണോ ഇംപേഴ്സണൽ അക്കൗണ്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. ചില അക്കൗണ്ട് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇംപേഴ്സണൽ ആണെന്ന്, ബട്ട് ഇറ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ടാണ്. സപ്പോസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മളായിരിക്കും ഇംപേഴ്സണൽ അക്കൗണ്ടാണെന്ന്. പക്ഷേ അല്ല, അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഓണർ, പ്രൊപ്രൈറ്റർ ആരാണോ അല്ലെങ്കിൽ ഓണറാണോ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പറയുന്നത്. പിന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്, അത് അദ്ദേഹം ഇതിന്ന് എടുക്കുന്ന നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിനോട് എടുക്കണം. അതായത് വേറെ തെറ്റുന്ന നമ്മുടെ ഡെക്ടറാണ്. അതായത് അദ്ദേഹം ആ ക്യാഷ് തിരിച്ച് ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിനൊക്കെ നമുക്ക് പേര് കേൾക്കുമ്പോൾ വി മേ തിങ്ക് ഇറ്റ് ആസ് എ ഇംപേഴ്സണൽ അക്കൗണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇത് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്സിനെ ഇംപേഴ്സണൽ അക്കൗണ്ടായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസൊക്കെ നമ്മൾ വിചാരിക്കും ഇംപേഴ്സണൽ ആണെങ്കിലും, പക്ഷെ അതെന്താണ് ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് കാണിക്കുന്നത് എന്തിനെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് കാണിക്കുന്നത് ഡെക്ടറിനെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്ററിനെയാണ് കാണിക്കുന്നത്. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം കാണിക്കുന്നത് ഡെക്ടറിനെ അല്ലെങ്കിൽ ക്രെഡിറ്ററിനെയാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കൊടുത്തു തീർക്കാനുള്ള ഒരു എക്സ്പെൻസ് ആയിരുന്നു. അത് നമുക്ക് ഇയറിൽ കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ്, അവിടെ നമ്മളൊരു നമുക്ക് ക്രെഡിറ്റർ ഉണ്ട്, അവർക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ്. നമ്മൾ കൊടുത്ത് തീർത്തിട്ടില്ല. പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും ഇംപേഴ്സണൽ അക്കൗണ്ട് ആണ്. പക്ഷേ എന്താണ്, അവിടെ ഒരു ക്രെഡിറ്റർ ഉണ്ട്. ആ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റും ഡെറ്ററും വരുന്നത് എവിടെയാണ്? പേഴ്സണൽ അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ ചില ഇംപേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ നെയിം കേൾക്കുമ്പോൾ നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്കൻലി ഇതൊരു ഇംപേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. പക്ഷെ അത് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്, അക്കൗണ്ട്സ് എന്താണ്, ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ നടക്കുന്ന പെർട്ടിക്കുലർ തിങ്ങോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പേഴ്സണെ പറ്റിയുള്ള സമ്മറൈസ്ഡ് ഫോം, അവരുടെ പറ്റിയുള്ള ട്രാൻസാക്ഷൻ മറ്റേ സമ്മറൈസ്ഡ് ഫോമിൽ നടക്കുന്നതാണ് അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ് പറയുമ്പോൾ മെയിനായിട്ട് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അവരുടെ കാര്യങ്ങൾ കാണിക്കുന്ന അക്കൗണ്ട്സ് ആണ് പേഴ്സണൽ അക്കൗണ്ട്. ഇംപേഴ്സണൽ അക്കൗണ്ടിൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും വരുന്നു. ഒപ്പം പറയാൻ ശ്രമിക്കാം കേട്ടോ. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സ് ആണ് റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് റിലേറ്റ് ടു ഗെയിൻ ആൻഡ് ലോസസ് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദെൻ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്, നമുക്ക് കുറച്ച് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. മോഡേൺ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ആസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ബൈ മീൻസ് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്. ഇംപേഴ്സണൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഉൾക്കൊള്ളുന്നതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സിംഗിൾ എൻട്രി ഇൻ വിച്ച് ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. സിംഗിൾ എൻട്രിയിൽ എന്ന് പറയുന്ന സമയത്ത് പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ സിംഗിൾ എൻട്രി പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ഡബിൾ എൻട്രി വെച്ച് പറയുമ്പോൾ സിംഗിൾ എൻട്രീൻ്റെ ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് എന്തായാലും സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ട് പോർഷൻ വരുന്നുണ്ടോ. സോ നമുക്ക് അത് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എന്തായാലും സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. സോ വി ക്യാൻ ഡീറ്റെയിലി ഡിസ്കസ് ഇറ്റ് ദം അറ്റ് ദ ലേറ്റർ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കുക, നിങ്ങളല്ലേ ഇതൊക്കെ നേരെ പഠിക്കണം. ഇതൊക്കെ ആർ.എൻ. കാർട്ടറിൻ്റെ ബുക്കിൽ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ആർ.എൻ. കാർട്ടറിൻ്റെ ബുക്കാണ് നമ്മൾ മെയിൻലി ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നേരെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡബിൾ എൻട്രി എന്താണ്, ആസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ബൈ മീൻസ് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്. സിംഗിൾ എൻട്രിയിലാണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ തിയറി ഓഫ് ഡബിൾ എൻട്രി, നിങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ്. അതായത് എവറി ട്രാൻസാക്ഷൻ ഇസ് 2 fold ആക്സെപ്റ്റ്. എല്ലാ ട്രാൻസാക്ഷനും 2 ആക്സെപ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് ആക്സെപ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആക്സെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് കണ്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ച ആളുകൾക്ക് 2 fold ആക്സെപ്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിയറി ഓഫ് ഡബിൾ എൻട്രി പഠിക്കുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഡബിൾ എൻട്രീൻ്റെ തിയറിയിലും പറയുന്നത്. 2 fold accept transaction as already stated. Then transaction 2 fold accept. Every transaction that result in a transfer of money or money's worth involves a 2 fold accept. The money or money's worth in a transfer result വരുന്ന എല്ലാ ട്രാൻസാക്ഷനും 2 ആക്സെപ്റ്റ് ഉണ്ടായിരിക്കും. Yielding of benefit and receiving of that benefit. Okay. It is impossible to think of one without the other. A giver necessarily implies a receiver, and a receiver necessarily implies a giver. The giving and receiving, however, take place between an account and the same set of books. അതായത് ഒരു ഗീവർ ഉണ്ടെങ്കിൽ ദർ ഈസ് നെസസറിലി റിസീവർ, ഒരു റിസീവർ ഉണ്ടായിരിക്കും. ഒരു റിസർവ് ഉണ്ടെങ്കിൽ ദർ ഈസ് നെസസറിലി എ ഗീവർ. അപ്പോൾ ഈ ഗീവിങ് ആൻഡ് റിസീവിങ്ങില്ലേ, അത് അതാണ് അക്കൗണ്ട്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഒരു സെറ്റ് ഓഫ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ നോക്കിയേക്കും ഒരു എക്സാമ്പിൾ, ദ ഫർണിച്ചർ ഇസ് ബോട്ട് ഫ്രം സ്മിത്ത്, ഫർണിച്ചർ അക്കൗണ്ട് റിസീവ്സ്. So, take an example. If furniture is bought from Smith, furniture account receives and Smith's account gives. അതായത് നമ്മൾ സ്മിത്തിൻ്റെ ഫർണിച്ചേഴ്സ്, സ്മിത്ത് ട്രേഡേഴ്സിൻ്റെ ഫർണിച്ചർ വാങ്ങിയെന്ന് വെച്ചോ. ഫർണിച്ചർ അക്കൗണ്ട് എന്തായത് റിസീവ് ചെയ്തു, സ്മിത്ത്സ് അക്കൗണ്ട് ഗീവ് ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ ബിസിനസ് എൻറ്റിറ്റിയിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ഒരു അസറ്റ് വന്നു, അസറ്റ് വരിക എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. സോ അവിടെ എന്തുണ്ടായിരിക്കും, സെയിം ആയിട്ട് ക്രെഡിറ്റ് എൻട്രി എന്താണ്, സ്മിത്ത്സ് അക്കൗണ്ട് ആരായി, സ്മിത്ത്സ് അക്കൗണ്ട് നമ്മുടെ ക്രെഡിറ്ററായി. സ്മിത്ത്സ് അക്കൗണ്ട് നമ്മുടെ ക്രെഡിറ്റർ. അപ്പോൾ എന്ത് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ആയിരുന്നു, സ്മിത്ത്സ് അക്കൗണ്ട് ക്രെഡിറ്റായി. അപ്പോൾ എന്താണ് അവിടെ ഒന്ന് റിസീവ് ചെയ്തു, ഒന്ന് ഗീവ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ സ്മിത്ത് അക്കൗണ്ട് അത് ഗീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 2 accepts.
Hence, to have a complete record of each transaction, there must be table entry. ഓരോ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഡബിൾ എൻട്രി കൺസെപ്റ്റ് വേണം. The one transaction is therefore to be booked up twice, an entry being made in the receiving account and similar entry in the giving account. Receiving accountingലും ഒരു എൻട്രി വരും, ഗിവിംഗ് അക്കൗണ്ടിങ്ങിലും ഒരു എൻട്രി വരും. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. In order to distinguish the two entries necessary for the complete record of a transaction, the receiving account is termed as debtor and the giving account is called creditor. അപ്പോൾ നമ്മളിത് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? റിസീവിങ് അക്കൗണ്ട്സിനെ ഡെപ്റ്റർ ആക്കും ആൻഡ് ഗിവിങ് അക്കൗണ്ട്സ് എന്താണ്? ക്രെഡിറ്റർ ആണ് അല്ലേ? ഓക്കെ. The two sides of the ledger account in which transaction is recorded are likewise arbitrarily distinguished, the left hand side of account being termed debt and the right hand being designated as credit. ഒരു അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് മീൻസ് ലെഡ്ജർ എന്നാണ് പറയുന്നത്. ലെഡ്ജർ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ആക്സെപ്റ്റ് ചെയ്തു. Thus we see that each transaction involves two entries in the same set of books, a debit entry and a credit entry, and every debit must therefore have a corresponding credit and vice versa. Upon this foundation has been the whole superstructure of the modern double entry bookkeeping. ഒന്നുമില്ല, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇറ്റ് ഇസ് ടു സൈഡ്സ്. ഒന്ന് എന്താണ്? റിസീവ് ചെയ്യുന്ന ഒരു അക്സെപ്റ്റ്, ഒന്ന് നമ്മൾ ഗീവ് ചെയ്യുന്ന അക്സെപ്റ്റ്. ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ രണ്ട് എൻട്രി വേണം, ഒരു ക്രെഡിറ്റ് എൻട്രിയും ഒരു ഡെബിറ്റ് എൻട്രിയും. നമുക്ക് റിസീവ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഡെബിറ്റ് എൻട്രി, നമ്മൾക്ക് ഗീവ് ചെയ്യാൻ കൊടുക്കാനുള്ളതാണെങ്കിൽ ക്രെഡിറ്റ് എൻട്രി. മനസ്സിലാവുന്നുണ്ടോ? സോ ഇൻ ദ സെറ്റ് ഓഫ് ബുക്സ് a debit entry and credit entry. That's every debit must have for a corresponding credit. ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് വേണം ആൻഡ് വൈസ് വേഴ്സ. ദിസ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഈ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം പഠിക്കാം. ഡബിൾ എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ എൻട്രി ഡിവിഷണൽ അക്കൗണ്ട് എക്സാംസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ഒരു മേഖലയാണ്. ഇതും സിംഗിൾ എൻട്രിയും കൂടി കമ്പയർ ചെയ്തിട്ടുകൂടി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി എന്നാന്ന് പറഞ്ഞു. ആൻഡ് ഡബിൾ എൻട്രി നമ്മൾ വെറുതെ ഒന്നും ഒരു അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യില്ല, എന്തായാലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ്, എന്താണ് നമ്മളുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം? ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ്, എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ. ഇൻ ഡബിൾ എൻട്രി നോട്ട് ഓൺലി personal accounts are kept, but impersonal accounts are also open in order to record all those transactions that involve assets, gains, losses, as for instance the purchase of land, payment of wages and the receipt of account. ഡബിൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംഗിൾ എൻട്രി പോലെ പേഴ്സണൽ അക്കൗണ്ടും മാത്രമല്ല ഇംപേഴ്സണൽ അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ചെയ്യുമ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, നോൺ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇംപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ. അതായത് നമുക്ക് ഡെബിറ്റ് വരുന്നതും മാത്രമല്ല, നമുക്ക് പേയ്മെൻറ്റ് ഓഫ് വേജസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെ എവറി ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. So it ensures a complete record of each transaction. Then second, എന്താണ്? Full information concerning the business. The information supplied by the books is not to the debtors and creditors as in single entry. The personal account furnish additional information concerning the property and assets of the business and the various gains and losses. അപ്പോൾ എന്താണ്? ഇത് വെറും ഡെബിറ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും കുറിച്ച് പറയുന്ന സിംഗിൾ എൻട്രി പോലത്തെ കാര്യങ്ങളല്ല, എല്ലാ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ എന്താണ്? നമുക്ക് ഫുൾ ഇൻഫർമേഷൻ, ആ ബിസിനസ്സിന് കൺസേൺ ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. Then a check upon the arithmetical accuracy of the clerical work. Since every debit has a corresponding credit, a total debit must at any time equal the total credit. Whether this be so or not easily ascertained by means of trial balance. Again, the difference between the asset and liabilities. Liabilities on the balance sheet must be equal to balance of the capital account on the ledger. അതായത് നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ, അല്ല ഡെബിറ്റ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എത്തമെറ്റിക്കൽ അക്യൂറസി നമുക്ക് ഇതാക്കാൻ പറ്റും. അതായത്
എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഏതാണോ എമൗണ്ട് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്താണോ വന്നത് അത് തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലും വരേണ്ടത്. ഡെബിറ്റും ക്രെഡിറ്റ് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ബിക്കോസ് നമ്മൾ രണ്ട് ആക്സെപ്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഡെബിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം, ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ദർ ഇസ് സംതിങ് മിസ്റ്റേക്ക് അല്ലേ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ട്രയൽ ബാലൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കണം, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ആയിരിക്കും. ലയബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടി കിട്ടുന്ന ഒരു എമൗണ്ട് എന്നുള്ളത് നമ്മുടെ ടോട്ടൽ അസറ്റിന് ഈക്വൽ ആയിരിക്കണം. അതർവൈസ് ദർ ഇസ് സംതിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. ദെൻ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് അതിൻ്റെ റെക്കോർഡ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ദെൻ നാച്ചുറൽ ഓഫ് ലെഡ്ജർ ബാലൻസസ്, അതായത് അക്കൗണ്ട്സിൻ്റെ ബാലൻസസ് വരുന്നതനുസരിച്ച് നമുക്ക് ഏതാണ് അക്കൗണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒന്നെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് ഒരു അക്കൗണ്ട് കാണിക്കുക, അക്കൗണ്ട് മീൻസ് ലെഡ്ജർ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഒരു ലെഡ്ജർ കാണിക്കുക. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും എന്ന് പറഞ്ഞു. ഇതിൽ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മൾ ഓരോ കോമ്പബിൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളും മാത്രം റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് ഒരു ലെഡ്ജറാണ്. പിന്നെ പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസിങ് മാത്രം റെക്കോർഡ് ചെയ്യും, പർച്ചേസ് ലെഡ്ജർ. അങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ക്ലാസിഫൈ ചെയ്ത് കോമൺ ഹെഡിലുണ്ടെന്നാൽ ലെഡ്ജർ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ചിലതിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും. ദ ഡെബിറ്റ് ബാലൻസ് ഇൻ എ ലെഡ്ജർ മേ ബി ക്ലാസിഫൈഡ് ആസ് ഐദർ അസറ്റ് ഓർ ലോസ്. അസറ്റ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ഫിറ്റിങ്സ്, ക്യാഷ്, ഡെറ്റസ് കറണ്ട് അസറ്റാണ്, സ്റ്റോക്ക്, ഇതിനൊക്കെ എന്തായിരിക്കും പൊതുവെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ലോസസും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡെറ്റ്സിനെ കാണിക്കുന്നത് അക്കൗണ്ട് റിസീവബിൾ, ഡെറ്റേഴ്സിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓർ ഇഫ് ദേ റെപ്രസെൻറ്റ് ടാൻജിബിൾ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇഫ് ദേ റെപ്രസെൻറ്റ് ഇൻടാൻജിബിൾ എക്സ്പെൻഡിച്ചർ, mere expenses, wages, rent, etc. they are losses. അതായത് എക്സ്പെൻസിന്, ലോസിന്, അസറ്റിന് ഒക്കെ എന്തായിരിക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ബാലൻസ് എന്തൊക്കെ വരിക, ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡിസ്കൗണ്ട് റിസീവ്സ് അതൊക്കെ ഗെയിൻസിനും എന്താ പറയുക ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. So the above distinction is of the utmost importance in preparation of profit and loss account and balance sheet. Again, loss and in the form and assets and liabilities in the later. നിങ്ങൾ ഇതിനെക്കുറിച്ച് എത്ര വരേണ്ട ആവേണ്ട ആവശ്യമില്ല, അതൊന്നും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അസറ്റ്, എക്സ്പെൻസ്, ലോസസ് ഒക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ലെഡ്ജറിൽ വരിക. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും എന്താണ് എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ലോസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ജേണൽ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുക, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അതാണ് ജേണൽ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ ഇൻകം റിസീവ് ആകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റീസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഗെയിൻ വന്ന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ജേണലിൽ നമ്മൾ എൻട്രീസ് പഠിക്കാൻ വരുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കുക, അപ്പം നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ദെൻ ബുക്സ് യൂസ്ഡ് ഇൻ ബുക്ക് കീപ്പിങ്ങിൽ കുറേ ബുക്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. The books utilized for the purpose of bookkeeping fall naturally into two divisions. രണ്ട് ബുക്സാണ് വരിക. ഫിനാൻഷ്യൽ ബുക്ക്, ഒന്ന് ഫിനാൻഷ്യൽ ബുക്സ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്, സെക്കൻഡ് വന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മെമ്മോറാണ്ടം ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്, these comprises all the books that are an integral part of, just a minute. These comprise all the books that are an integral part of the system of bookkeeping. ബുക്ക് ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന ബുക്സാണ് ഫിനാൻഷ്യൽ ബുക്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിൻസിപ്പൽ ബുക്സ്, നെയിംലി ലെഡ്ജറും ക്യാഷ് ബുക്കും അടങ്ങുന്ന പ്രിൻസിപ്പൽ ബുക്സ്. Then subsidiary books or books of prime or original entries such as purchase book, sales book, journal, etc. For financial books or books of account, this comprise all the books and an integral part. എന്താണ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഓഫ് ബുക്ക് ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ബുക്സ് ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. അതിൽ ഒന്ന് വരുന്നത് പ്രിൻസിപ്പൽ ബുക്സ്, നെയിംലി ലെഡ്ജർ ആൻഡ് ക്യാഷ് ബുക്ക്. ദെൻ സബ്സിഡിയറി ബുക്സ് or books of prime or original entries such as purchase book, sales book, journal. ദെൻ പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മെമ്മോറാണ്ടം ബുക്സ് എന്ന് പറയുന്നത്. വാട്ട് ഇറ്റ് മീൻ,
ഓക്കെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മെമ്മോറാണ്ടം ബുക്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ബുക്സ് ഇൻ വിച്ച് entered the numerous details connected with the business operation, this that cannot conveniently be recorded in the financial book. Example of this are the policy registers of an insurance company, the cost book and stay book, etc. of manufacturing firm. The subsidiary books were originally designed as aid or help of the journal proper, and the total of subsidiary book were regularly entered in the journal. They are now aid to help the construction of ledger, are no longer auxiliaries of the journal in its present modified use. സോറി, അത് വേറെ ടോപ്പിക്കാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെമ്മോറാണ്ടം ബുക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ബുക്സ് ഇൻ വിച്ച് എൻ്റെ ന്യൂമറസ് ഡീറ്റെയിൽസ് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓപ്പറേഷനിൽ വരുന്ന കുറേ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു മെമ്മോറാണ്ടം ബുക്സ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ബുക്കിലൂടെ കൺവീനിയൻലി റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെമ്മോറാണ്ടം ബുക്സാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ രജിസ്റ്റേഴ്സ്, കോസ്റ്റ് ബുക്ക് ആൻഡ് സ്റ്റോക്ക് ബുക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ബുക്സോടെ നമുക്ക് പെട്ടെന്ന് കൺവീനിയൻലി റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലുള്ള കുറേ ന്യൂമറസ് ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ബുക്സിലാണ് റെക്കോർഡ് ചെയ്യുക. ഫിനാൻഷ്യൽ ബുക്ക് എന്താണ്? സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഫിനാൻഷ്യൽ ബുക്ക് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതിൽ വരുന്നതാണ് പ്രിൻസിപ്പൽ ബുക്സ്, നെയിംലി ലെഡ്ജർ ആൻഡ് ക്യാഷ് ബുക്ക്, ദെൻ സബ്സിഡറി ബുക്സ് ഓർ ബുക്സ് ഓഫ് പ്രൈം ഓർ ഒറിജിനൽ എൻട്രി സച്ച് ആസ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ജേണൽ എക്സെട്ര. പിന്നെ നമുക്ക് ഒരു സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സബ്സിഡറി ബുക്ക് നമ്മൾ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സിഡറി എന്ന് പറഞ്ഞ ആ വാക്ക് ഇറ്റ്സ് എ വേർഡ് വിച്ച് ഈസ് ഡിറൈവ് ഫ്രം ലാറ്റിൻ വേർഡ് സബ്സിഡിയം വിച്ച് മീൻസ് ഹെൽപ്പ് ഓർ എയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ജേണൽ പ്രോപ്പറിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് സബ്സിഡറി ബുക്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ടോട്ടൽ സബ്സിഡറി ബുക്ക് നമ്മൾ ജേണലിൽ റെഗുലർലി എന്ത് ചെയ്യും? എൻട്രി ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജേണലിലെ സബ്സിഡറി ബുക്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് നമുക്കുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും പഠിക്കണം. അപ്പോൾ നമുക്കൊന്ന് ഓവറോൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക, അക്കൗണ്ട് എന്നുള്ളത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്, ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടന്നതിൽ ഒരു പേഴ്സണോ തിങ്ങോ അതിനെ കുറിച്ചിട്ടുള്ള സംറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ് ആ അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും കാണിക്കുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇംപേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട് വരുന്നു. റിയൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റിനെ റെഫർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ജസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓഫ് ഫർണിച്ചർ ആൻഡ് ക്യാഷിനെ കാണിക്കുന്നതാണ് റിയൽ ഓർ പ്രോപ്പർട്ടി അക്കൗണ്ട്. ദെൻ നോമിനൽ അക്കൗണ്ട് എന്നാൽ ഗെയിൻ ഓർ ലോസസ് അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കാണിക്കുന്ന ഒന്നാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രിയിൽ പേഴ്സണൽ ഇംപേഴ്സണൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുപോലെ ഡബിൾ എൻട്രിയുടെ ബേസിക് ഫാക്റ്റ് എന്താണ്? ദർ ഇസ് 2 accept ഫോർ എവറി ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനും 2 accept ഉണ്ട്. ഒരു ക്രെഡിറ്റ് ആക്സെപ്റ്റ് ആൻഡ് ഡെബിറ്റ് ആക്സെപ്റ്റ്. ഡെബിറ്റ് ആക്സെപ്റ്റും ക്രെഡിറ്റ് ആക്സെപ്റ്റും എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവണം. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജ് നമുക്ക് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. പിന്നെ അർത്ഥമാറ്റിക് റെക്കോർഡ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ലെഡ്ജർ ബാലൻസസ് 2 തരത്തിൽ വരെ. ഒന്നെങ്കിൽ ഡെബിറ്റ് ബാലൻസസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. അതായത് അസറ്റിന്, എക്സ്പെൻഡിച്ചറിന്, ലോസസിനൊക്കെ പൊതുവെ എന്ത് ബാലൻസ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. എന്നാൽ ഇൻകം, ലയബിലിറ്റീസ്, ഗെയിന് അതൊക്കെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ 2 ടൈപ്പ് ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ബുക്സ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മെമ്മോറാണ്ടം ബുക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജേണൽ ആൻഡ് സബ്സിഡറി ബുക്സ്